നമസ്കാരം, നുറുങ്ങി ചാനലിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. ഇന്ന് നമ്മൾ 1.5 കിലോ പിലോപ്പി മീനാണ് എടുത്തേക്കണത്. ഇത് നമുക്ക് മുള്ളൊക്കെ വെട്ടി ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് നമുക്ക് മീഡിയം സൈസിൽ കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമ്മൾ വിറകടുപ്പിലാണ് വെക്കുന്നത്. അതിൻ്റേതായ പോരായ്മകളുണ്ടാകും, എല്ലാവരും ക്ഷമിക്കണം. നമ്മുടെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. ഇനി നമുക്ക് മീനിൻ്റെ മുള്ളൊക്കെ വെട്ടി ചെതുമ്പലൊക്കെ കളഞ്ഞ് വൃത്തിയായിട്ട് എടുക്കാം. നമുക്ക് ആദ്യം ചെതുമ്പലൊന്ന് ചെത്തിയെടുക്കാം. ചെതുമ്പൽ ചെത്തിയിട്ട് ആ കറുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കല്ലിൽ വെച്ച് നമുക്കൊന്ന് ഉരച്ച് വൃത്തിയായിട്ടെടുക്കാം. ഇതിൽ ചെതുമ്പൽ വെട്ടിയെടുത്തിട്ട് വേണം, ചെതുമ്പൽ കളഞ്ഞിട്ട് വേണം നമുക്ക് മുള്ളൊക്കെ വെട്ടി വൃത്തിയായിട്ടെടുക്കാം. ഞാനിപ്പോൾ ചെതുമ്പൽ ഒക്കെ അത് കളഞ്ഞിട്ട് കറുത്ത ഭാഗങ്ങളൊക്കെ കല്ലിൽ വെച്ചൊന്ന് വൃത്തിയായിട്ട് തേച്ചരച്ചെടുക്കാമെന്ന് കരുതിയാണ്. ഒരെണ്ണത്തിൻ്റെ നമ്മൾ ചെതുമ്പൽ വെട്ടി എടുത്തിട്ടുണ്ട്. ഇനി അതിൻ്റെ കറുത്ത ഭാഗങ്ങളൊക്കെ നമുക്ക് കല്ലിൽ വെച്ചൊന്ന് തേച്ചരച്ച് വൃത്തിയായിട്ടെടുക്കാം. തൊലി പൊളിച്ചെടുത്താലേ ഇത് ഈ മീനിൻ്റെ ടേസ്റ്റ് പോകുമെന്ന് പറയണം. അതുകൊണ്ട് നമുക്ക് ചെതുമ്പൽ ചെത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ ചെതുമ്പലൊക്കെ കളഞ്ഞ് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ കറുത്ത ഭാഗങ്ങളൊക്കെ കല്ലിൽ വെച്ചൊന്ന് തേച്ചരച്ച് വൃത്തിയായിട്ടെടുക്കാം. ഇനി നമുക്ക് മീനിൻ്റെ മുള്ള് ഒന്ന് വെട്ടിയെടുക്കാം. തെങ്ങിപ്പം മീനിൻ്റെ ചെതുമ്പലൊക്കെ ചെത്തി മുള്ളൊക്കെ വെട്ടിക്കളഞ്ഞ് വൃത്തിയായിട്ടെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ കറുത്ത ഭാഗങ്ങളൊക്കെ കല്ലിൽ വെച്ച് നമുക്കൊന്ന് തേച്ചരച്ച് വൃത്തിയായിട്ടെടുക്കാം. മീൻ നമ്മുടെ ആ കറുത്ത ഭാഗങ്ങളൊക്കെ കല്ലിൽ വെച്ച് ഉരച്ച് വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്. ചെകിളയൊക്കെ കളഞ്ഞ് അതിൻ്റെ ചെകിളയൊക്കെ കളഞ്ഞ് വൃത്തിയായി കൊണ്ടുവന്നിട്ടുണ്ട്.
ഇനി നമുക്കത് മുറിച്ച് കഷ്ണങ്ങളായിട്ട് എടുക്കാം. നമുക്ക് മീൻ ഒന്ന് കഷ്ണങ്ങളായിട്ട് മുറിച്ചെടുക്കാം. നമുക്ക് അടുത്ത മീൻ മുറിച്ചെടുക്കാം. നമ്മളൊരു മീഡിയം സൈസിലാണ് കഷ്ണങ്ങളാക്കുന്നത്. നമ്മൾ മീൻ മീഡിയം കഷ്ണങ്ങളായിട്ടാണ് മുറിച്ചെടുത്തേക്കുന്നത്. ഇനി നമുക്കിതൊന്ന് കഴുകി വൃത്തിയായിട്ടെടുക്കാം. നമുക്കിത് കഴുകി വൃത്തിയായിട്ടെടുക്കാം. ഇതൊക്കെ കഴുകിയെടുത്തില്ലെങ്കിൽ കയ്പ്പുണ്ടാകും. ആ പച്ച പാടുകളൊക്കെ കളഞ്ഞ് നമുക്ക് വൃത്തിയായിട്ടെടുക്കാം. മീൻ കഷ്ണങ്ങൾ കഴുകി വൃത്തിയായിട്ട് എടുത്ത് വച്ചിട്ടുണ്ട്. അപ്പം നമ്മൾ പുറത്ത് വിറകടപ്പ് കത്തിച്ചിട്ടുണ്ട്. അപ്പോൾ നമുക്കിനി ചട്ടി അടുപ്പത്ത് വെച്ച് കൊടുക്കാം. ചട്ടി നന്നായിട്ട് ചൂടാവട്ടെ. ഇനി നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ചൂടാവട്ടെ. വെളിച്ചെണ്ണ ചൂടായതിന് ശേഷം നമുക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഉലുവയൊക്കെ നന്നായിട്ട് പൊട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക്, ഇഞ്ചി, വേപ്പില, വെളുത്തുള്ളി, ചുവന്നുള്ളി, സവാള ഇവ നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഇതൊരുമാതിരി വഴന്നതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ പച്ചമുളകും ഇഞ്ചിയും വെളുത്തുള്ളി, സവാള, ചെറിയ ഉള്ളി, വേപ്പില ഇവയൊക്കെ നന്നായിട്ടൊന്ന് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കാം. അതും കൂടി നന്നായിട്ടൊന്ന് വാടട്ടെ. എന്നിട്ട് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. ഇവിടെ നമ്മുടെ സവാളയും പച്ചമുളകും ഇഞ്ചിയും വേപ്പിലയൊക്കെ തക്കാളി നന്നായിട്ട് വാടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. നമ്മുടെ 1 സ്പൂൺ മഞ്ഞൾപ്പൊടി, 1
1.5 സ്പൂൺ മുളക് പൊടി, 1.5 സ്പൂൺ മല്ലിപ്പൊടി, 1.5 സ്പൂൺ ഫിഷ് മസാല നമുക്ക് ചേർത്ത് കൊടുക്കാം. മുളക് പൊടിയുടെ മല്ലിപ്പൊടിയുടെ ഒക്കെ പച്ചവെള്ളം മാറട്ടെ. ഇനി നമുക്ക് കുടപ്പുളി വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്, അത് ഒഴിച്ചു കൊടുക്കാം. ഇട്ട് കൊടുക്കും. ഇനി നമുക്ക് ആവശ്യത്തിന് വെള്ളം ചേർത്ത് കൊടുക്കുക. അരപ്പ് നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. ഇനി നമുക്ക് മീനിൻ്റെ കഷ്ണങ്ങൾ ഇട്ട് കൊടുക്കാം. ഇനി നമുക്കൊരു മൂടി വെച്ച് വേവിച്ചെടുക്കാം. നമുക്കൊന്ന് മൂടി തുറന്ന് വെക്കാം. ചാറ് വറ്റി വരുന്നുള്ളൂ. നമുക്കൊന്ന് ഉപ്പും പുളിയൊക്കെ ഉണ്ടാകുന്നൊന്ന് നോക്കാം. നന്നായിട്ട് ഉപ്പ് പുളിയൊക്കെ പിടിച്ചിട്ടുണ്ട്. ചാറ് നല്ലോണം ഒന്ന് വറ്റട്ടെ. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ കറിയുടെ ചാറൊക്കെ വറ്റിയിട്ടുണ്ട്. കഷ്ണമൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട്. നന്നായിട്ട് ഉപ്പും പുളിയും എരിവൊക്കെ പിടിച്ചിട്ടുണ്ട്. ഇനി നമുക്കിതൊന്ന് ഇറക്കാം. അപ്പോൾ നമ്മുടെ കറി റെഡി ആയിട്ടുണ്ട്. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം, സപ്പോർട്ട് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, ഷെയർ ചെയ്യണം. ഇനി അടുത്തൊരു വീഡിയോയിൽ കാണും വരെ എല്ലാവർക്കും നന്ദി.